എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയേ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 180-ാമത്തെ മന്ത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. സഖാവീരോ നരിഷ്യതി യമീന്ദ്രോ ബ്രഹ്മണസ്പതി സോമോ ഹിനോതിമർത്യം. അതാണ് മന്ത്രം. അന്വയം: ഇന്ദ്ര യം യക്ഷമാണം മർത്യം ഹിനോതി തഥാ ബ്രഹ്മണസ്പതി ഹിനോതി തഥാ സോമ ഹിനോതി സഖവീര നരിഷ്യതി. ഇതാണ് അന്വയം. ഇന്ദ്ര യം മർത്യ ഹിനോതി. ഇന്ദ്രദേവൻ യാതൊരാളെ പുഷ്ടിപ്പെടുത്തുന്നുവോ പ്രാപിക്കുന്നുവോ തഥാ ബ്രഹ്മണസ്പതി ഹിനോതി, അതുപോലെ തന്നെ ബ്രഹ്മണസ്പതിയും ഉപാസകനെ പുഷ്ടിപ്പെടുത്തുന്നു. പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും അതുപോലെ ഭൗതികമായും ജ്ഞാനപരമായിട്ടും അഭിവൃദ്ധിപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോമഹിനോതി, സോമനും പുഷ്ടിപ്പെടുത്തുന്നു. സഖ, അങ്ങനെയുള്ള യജമാനൻ വീര, ബഹുവീരനായിട്ട് ശക്തവാനായിട്ട് നരിഷ്യതി, ഒരിക്കലും നശിക്കുന്നില്ല. ഇന്ദ്രദേവന്റെയും അതുപോലെ തന്നെ സോമന്റെയും അനുഗ്രഹം കൊണ്ട് ഒരാളും ശരിക്കും നശിക്കുന്നില്ല, ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുന്നില്ല അവർക്ക് എന്നർത്ഥം. ഇന്ദ്രദേവൻ യാഗകർത്താവായിട്ടുള്ള മനുഷ്യനെ അഥവാ യജമാനനെ ഋത്വിക്കുകളുടെയും യജമാനന്റെയും ഉപാസനാ വിധികളാലും കർമാനുഷ്ഠാനത്താലും ഉത്കൃഷ്ടസ്തുതികളാലും സന്തോഷിച്ച് പുഷ്ടിപ്പെടുത്തുന്നു. ഇന്ദ്രദേവൻ യാഗകർമാനുഷ്ഠാതാവായിട്ടുള്ള യജമാനന്റെ ഉത്കൃഷ്ടമായ കർമ്മങ്ങളാൽ ശരിയായിട്ടുള്ള വിധിപ്രകാരമുള്ള കർമാനുഷ്ഠാനങ്ങളാൽ സന്തോഷിച്ച് അദ്ദേഹത്തെ പുഷ്ടിപ്പെടുത്തുന്നു. സോമനും സന്തുഷ്ടനായിട്ട് യജമാനനെ പുഷ്ടിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്ദ്രന്റെയും ബ്രഹ്മണസ്പതിയുടെയും സോമന്റെയും അനുഗ്രഹത്താൽ പുഷ്ടി നേടിയ യജമാനൻ വീര്യവാനായി വർദ്ധിച്ച ശക്തി നേടി അനശ്വരനായിട്ട് ഭവിക്കുന്നു. സോമനും ഇന്ദ്രദേവനും ബ്രഹ്മണസ്പതിയും ഉപാസകനെ അനുഗ്രഹിച്ച് പുഷ്ടിപ്പെടുത്തുന്നു. ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് യജമാനനായിട്ടുള്ള ഉപാസകൻ, യാഗത്തിന്റെ സുപ്രധാനനായിട്ടുള്ള കർത്താവ്, തന്റെ കർമ്മത്താൽ ശ്രമിക്കുന്നത്. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.